സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി അഞ്ജു തന്നെയാണ് ചേരുന്നത് നമ്മളോടൊപ്പം. അഞ്ജു, നാളെയും മറ്റന്നാളും ഒക്കെ അതിശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പാണോ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്? ഇന്നും തുടർച്ചയായി മഴ ഉണ്ടാകുമെന്നാണല്ലേ അറിയാൻ കഴിയുന്നത്? ഏതായാലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പ് എത്തുകയാണ്. ഓറഞ്ച് അലർട്ടാണ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഓറഞ്ച് അലർട്ടുള്ള ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് വന്നിരിക്കുന്നത്. ഈ ഓറഞ്ച് അലർട്ട് പറഞ്ഞിരിക്കുന്ന ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട സമയം തന്നെയാണ് ഇനിയും. വിവരങ്ങളുമായി ഇത് അഞ്ജു ഉണ്ട് ഒരിക്കൽ കൂടി. അഞ്ജു, ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. മനു, ഒരു മാറ്റമുണ്ട്. മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്നത്തെ ദിവസം അതിതീവ്ര മഴയാണ്. അതായത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വീണ്ടും ഒരു ആശങ്കയുടെ സമയങ്ങളിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. വീണ്ടും അതിതീവ്ര മഴ പെയ്യുമ്പോൾ, ഈ റെഡ് അലർട്ട് വരുമ്പോൾ ഈ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പത്തനംതിട്ടയും കോട്ടയത്തെയും അവസ്ഥയാണ്. അവിടെയാണ് വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുക്കിയ അലർട്ട് പ്രകാരം 3 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് ആണ്. അതുപോലെ തന്നെ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എന്തായാലും സംസ്ഥാനത്ത് മഴ കുറയുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് മാറുകയാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് വീണ്ടും വരുന്നു. അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കോട്ടയത്തും പത്തനംതിട്ടയിലാണ്. അവിടെ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് വരുമ്പോൾ ഈ വെള്ളം ഒഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പിന്നെയും ആശങ്കയുടെ നാളുകളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും പുതിയ അലർട്ട് പ്രകാരം 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും ഇത് തന്നെയാണ് സംസ്ഥാനത്ത് സ്ഥിതി. നാളെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. നാളെ എന്തായാലും അതിതീവ്ര മഴയില്ല. പക്ഷേ മുന്നറിയിപ്പുകൾ ഇങ്ങനെ മാറി വരാം. കാരണം ചക്രവാത ചുഴി അടക്കം രൂപപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് സംസ്ഥാനത്ത് ഈ അതിതീവ്ര മഴയിലേക്കൊക്കെ ഏത് നിമിഷവും പോകാം. അപ്പൊ അത്തരത്തിലൊരു മാറ്റിയ അലർട്ട്, ഒരു ഫോർകാസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കേരള, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ ഒരിക്കൽ കൂടി പറയാം. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം അല്ലേ? ആ 3 ജില്ലകളല്ലേ? അതെ, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതിതീവ്ര മഴയായിരിക്കും ഇവിടെ ഇന്നത്തെ ദിവസം ഉണ്ടാവുക എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. നാളെ അത് കുറയും. നാളെ അത് കുറഞ്ഞ് ഓറഞ്ച് അലർട്ടിലേക്ക് മാറും. അപ്പോൾ അതിശക്തമായ മഴയായിരിക്കും നാളെ ഈ 3 ജില്ലകളിൽ ഉള്ളത്. എന്തായാലും ജാഗ്രതയും അതുപോലെ തന്നെ ജാഗ്രത കൂടുതലായി പാലിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുകയാണ് കാര്യങ്ങൾ. മനു, ശരി, അത് റെഡ് അലർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് വന്നിരിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ അതീവ ജാഗ്രതയോടെ പോകേണ്ട സമയമാണ്. മറ്റു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അഞ്ജു, നമ്മൾ റെഡ് അലർട്ടിൽ നിന്ന്, അതിതീവ്ര മഴയിൽ നിന്ന് ഓറഞ്ച് അലർട്ടിലേക്ക് വന്നപ്പോൾ മഴ കുറയുകയാണല്ലോ എന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ ആശ്വസിക്കാൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് പുതിയ മുന്നറിയിപ്പ് പറയുന്നത്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സാഹചര്യം. അതിതീവ്ര മഴ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ, അതിൽ പ്രത്യേകിച്ചും പത്തനംതിട്ടയും കോട്ടയവും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരു വലിയ പ്രളയം കഴിഞ്ഞുപോയ ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ജില്ലകൾ കൂടുതൽ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതാണല്ലേ? തന്നെയാണ്. ഈ പത്തനംതിട്ടയ്ക്കും കോട്ടയത്തുമാണ് ഏറ്റവും അധികം പ്രതിസന്ധി ഇപ്പോഴും ഉള്ളത്. ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും ആറന്മുളയിലും അടക്കം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അതിതീവ്ര മഴ കൂടി വരുമ്പോൾ ഈ പ്രദേശത്തെ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമാകാൻ തന്നെയായിരിക്കും സാധ്യതയുള്ളത്. ഒരു മിന്നൽ പ്രളയ മുന്നറിയിപ്പ് അടക്കം നേരത്തെ നൽകിയതാണ്. അതുപോലെ തന്നെ ഇടുക്കിയുടെ കാര്യം, ഈ മലവെള്ളപ്പാച്ചിലിനും അതുപോലെ തന്നെ ചെറിയ ലാൻഡ് സ്ലൈഡിനടക്കം സാധ്യത ഇടുക്കിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 പ്രദേശത്തും ഇപ്പോൾ നൽകിയിരിക്കുന്ന അതിതീവ്ര മഴ മുന്നറിയിപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെ സംസ്ഥാനം കാണേണ്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഈ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോയവരുടെ കാര്യങ്ങളുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായി തന്നെ അതിൽ നടപടികൾ മുന്നോട്ടെടുക്കേണ്ടതുണ്ട്. കാരണം
ഇന്നത്തെ ദിവസം വലിയ രീതിയിൽ ജാഗ്രതയോടെ തന്നെ ഇരിക്കണം. കാരണം അതിതീവ്ര മഴ പെയ്യുമ്പോൾ വെള്ളം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്, വെള്ളക്കെട്ടുകൾ രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയവർ വീണ്ടും പ്രതിസന്ധിയിലാകും. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മുൻകരുതലുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് സംസ്ഥാനം കടന്നുപോകും. ഈ പത്തനംതിട്ടയും കോട്ടയവും ആയിരിക്കും ആ ദുരന്തത്തിന് വലിയ രീതിയിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അതിന് തൊട്ടു പിന്നാലെ ആലപ്പുഴ ജില്ലയായിരിക്കും. ഈ വെള്ളക്കെട്ടെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയായിരിക്കും വലിയ ദുരന്തം പേറാൻ പോകുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കാരണം അതിശക്തമായ മഴയെന്നൊരു ആശ്വാസ വാർത്തയായിരുന്നു നമ്മൾ രാവിലെയൊക്കെ നൽകിയതെങ്കിൽ അതിപ്പോൾ മാറുന്നു. അതിതീവ്ര മഴ മുന്നറിയിപ്പ് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പാടെ മാറുകയാണ്. വെള്ളക്കെട്ട് ഭീതി, അതുപോലെ തന്നെ മിന്നൽ പ്രളയ മുന്നറിയിപ്പൊക്കെ വീണ്ടും സംസ്ഥാനത്ത് ആശങ്കയുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമൊന്നും വേണ്ട മനു.